കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ അളവിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കെയിലിൻ്റെ അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ സ്ട്രിപ്പുകൾ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തുറക്കുക കേട്ടോ. ഇങ്ങനെ പൊളിച്ച് കളയുമ്പോൾ ഇങ്ങനെ ഈ ഒരു ലൈനില്ലേ അതിങ്ങനെ കിട്ടില്ലേ, അപ്പോൾ അതേപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 പീസ് ഒരളവിലും പിന്നെ 2 പീസ് അതിനേക്കാളും കുറച്ച് ചെറുതുമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് 2 സൈഡിൽ നീളം കൂടിയതും മുകളിൽ താഴെയായിട്ട് നീളം കുറഞ്ഞ പീസസും വെച്ചിട്ട് ഇതാക്കണ്ടോ, ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് ശേഷം ഇതിലൊരു കളർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിൽ കൊടുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്ത് എടുക്കാം കണ്ടോ. അപ്പോൾ എല്ലാം കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേറൊരു സംഭവം വേണം. അതെന്താണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ കവർ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് കവറായാലും മതി, ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ കവർ ബാഗ് എടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നീളത്തിൽ അതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഫാനൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്ത് സെൻറ്റർ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് പാടായി കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, കളർ ചെയ്യുന്ന വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിട്ടോ. അതിന് ശേഷം ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായ കുടിക്കുന്ന കപ്പില്ലേ അതാണ് കേട്ടോ. ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെതായി ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു ബേസിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കാർഡ്ബോർഡിലായാലും മതി. ഇപ്പം എൻ്റെ അടുത്ത് ഈ ഒരു തെർമോകോൾ പ്ലേറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിലൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും, നേരെ ഒട്ടിക്കുന്നേക്കാൾ കേട്ടോ. അതിന് ശേഷം അതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന പീസസൊക്കെ കട്ട് ചെയ്ത് കളയുക. ഉള്ളിലത്തെ ഭാഗം ഒന്ന് കുഴിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. അതങ്ങനെ കാണണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇതിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കിയെടുത്തില്ലേ അവിടെ നമ്മൾ ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ട്യൂബ്സ് ആണ് വേണ്ടത്. നമ്മൾ പേപ്പർ കൊണ്ട് ട്യൂബ് ഉണ്ടാക്കില്ല, അതെടുത്തിട്ടുണ്ട്. അതിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം ഞാനൊന്ന് ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി പേപ്പറിൻ്റെ ട്യൂബിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത്ത് ഏകദേശം എത്ര വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു എൻ്റെ ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, എവിടേക്കാണ് നമ്മുടെ ഒരു നിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇതിൽ കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഫാനില്ലേ അതങ്ങ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഫിനിഷായി കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ജസ്റ്റ് ഒരു വോൾ ഡെക്കോറാണ്. അപ്പോൾ ഇതിൻ്റെ കളറുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പേപ്പർ കപ്പിന് ഞാൻ ഈ കളർ തന്നെ വെക്കാമെന്ന് വെച്ചാൽ, പക്ഷേ അതൊരു ഓട് ലുക്കായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ കൊടുത്തെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല രസമായില്ലേ, ബ്ലാക്കും കൂടെ വന്നപ്പോഴാണ് ഒരു കോമ്പിനേഷൻ റെഡി ആയത്. ഇനി ഇത് നമുക്ക് വാളിലൊന്ന് ഡെക്കോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാളിലാണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പെയിൻറ്റ് കൊടുത്തത് കുറച്ചും കൂടെ ഒന്നും ആവായിരുന്നു എന്ന് തോന്നുന്നു. ആ പേപ്പർ ഫാനിന് കൊടുത്ത ആ പെയിൻറ്റ് ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഡാർക്കാക്കി കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചധികം വർക്കുകളൊക്കെ നമ്മൾ ചെയ്തൊക്കെ ചുമരുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.